So, hi friends, welcome back to Widget Master. കൽക്കി 2898 AD സിനിമ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുന്നു. സിനിമയ്ക്ക് മുൻപ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ആദ്യ സമയങ്ങളിൽ വലിയ ഹൈപ്പ് ഇല്ലായിരുന്നു, വലിയൊരു കാസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ലാതെ വലിയ ബഡ്ജറ്റിൽ സിനിമ പുറത്തിറങ്ങുന്നു. എന്നാൽ ഹൈപ്പ് എന്ന ഫാക്ടർ സിനിമയ്ക്ക് കുറവായിരുന്നു. എന്നാൽ പിന്നീട് പതിയെ സിനിമയുടെ ഹൈപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു വന്നു. സിനിമയുടെ കഥ എന്താണെന്നും ഇതുകൂടാതെ സിനിമയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ പ്രേക്ഷകർക്ക് കിട്ടി തുടങ്ങിയതിനു ശേഷം സിനിമയുടെ റേഞ്ച് മാറിയിട്ടുണ്ട്. എന്നാൽ സിനിമ പുറത്തിറങ്ങിയ ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു, ഇത് അടുത്തൊരു ബാഹുബലി അല്ലെങ്കിൽ KGF തന്നെയാണ്. സോ എന്തൊക്കെ നേരം ഇതിൽ പറയാൻ പോകുന്നത് കൽക്കി 2898 AD എന്ന സിനിമയുടെ റിവ്യൂ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ നിങ്ങളുടെ വിഷയം ഇതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സെക്കൻഡ് ട്രെയിലർ ഇറങ്ങി വീണ്ടും രണ്ടാമത്തെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം തന്നെ സിനിമയുടെ ഹൈപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് തന്നെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമ പുറത്തിറങ്ങിയ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു, നമ്മൾ കൊടുക്കുന്ന പൈസ കൃത്യമായിട്ടും മുതലാകുന്ന ഒരു സിനിമ തന്നെയാണ് കൽക്കി. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. അതിലുപരി സിനിമയുടെ ഡയറക്ടർ നാഗ് അശ്വിൻ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ 110% എഫേർട്ടിൽ തന്നെയാണ്. അത്ര മികച്ച മേക്കിംഗ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അത് സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകരും നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്യും. ഇത്ര വലിയൊരു സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന ആ ഒരു നിമിഷം അത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് മഹാഭാരതത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ സീനെല്ലാം രോമാഞ്ചം ഉണ്ടാക്കാൻ അത്രമാത്രം കേൾപ്പുള്ളത് തന്നെയാണ്. എത്ര തന്നെ വർണ്ണിച്ചാലും ഈ ഒരു സിനിമയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഈ സിനിമയിലെ ഓരോ എലമെന്റ്സിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ഏറ്റവും നട്ടൻ ഇതിന്റെ മേക്കിംഗ് തന്നെയാണ്. നാഗ് അശ്വിൻ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഇതിന്റെ ഓരോ ഏരിയയും കൃത്യമായിട്ടും നല്ല രീതിയിൽ മികവ് തെളിയിച്ചിട്ടുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് VFX രംഗങ്ങളെല്ലാം തന്നെ ഒരു ഹോളിവുഡ് സിനിമ കാണുകയാണ് എന്നുള്ളൊരു പ്രതീതി പോലും നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് അവഞ്ചേഴ്സും സ്റ്റാർ വാഴ്സും എല്ലാം കണ്ടു വന്നിട്ടുള്ളവർക്ക് ഒരുപാടധികം സിമിലാരിറ്റി തോന്നുകയും ചെയ്യും. ഇതൊരു ഇന്ത്യൻ സിനിമയാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മറ്റൊരു പാർട്ടിനുള്ള സിനിമയാണോ എന്ന് പോലും നമുക്ക് തോന്നുക തന്നെ ചെയ്യും. കാരണം അത്രമാത്രം മികച്ച മേക്കിംഗ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അത് ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുമുണ്ട്. സിനിമാറ്റോഗ്രാഫി അത്ര മനോഹരമാണ്. വിഷ്വൽസ് എല്ലാം സൂപ്പറായിട്ടാണ് എടുത്തു വെച്ചിട്ടുണ്ട്. VFX അതിഗംഭീരം. ഓരോ നടന്മാരായിക്കോട്ടെ, പ്രഭാസ് ആയാലും അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ആയാലും അങ്ങേയറ്റം തന്നെയാണ് അവരുടെ എഫേർട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നീട് ഈ സിനിമയുടെ മറ്റൊരു നട്ടൻ എന്ന് പറയുന്നത് ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ സിനിമയുടെ ആ ഒരു കഥ തന്നെയാണ്, അല്ലെങ്കിൽ ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പശ്ചാത്തലം തന്നെയാണ് നമ്മുടെ മഹാഭാരതത്തിനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആക്കി മാറ്റുന്നു. എന്താണോ മഹാഭാരതം അതിന് തൊട്ട് തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ ഒരു തുടർക്കഥ എന്ന് വേണമെങ്കിലും നമുക്ക് ഈ കൽക്കിയെ പറയാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ നാഗ് അശ്വിൻ അങ്ങനെ ഈ ഒരു സിനിമയെ വർണ്ണിച്ചിരുന്നത് മഹാഭാരതത്തിന്റെ തുടർക്കഥയായിരിക്കും ഈ സിനിമ എന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ എങ്ങനെയാണോ വരും കാലത്ത് ആ ഒരു ത്രെഡിനെ ഉപയോഗിക്കേണ്ടത് അത് അതുപോലെ തന്നെയാണ് പുള്ളിക്കാരൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയവും. തീർച്ചയായിട്ടും ഒരേ ഉറപ്പാണ്, ഈ സിനിമ ഇനി വരാൻ പോകുന്ന കുറേയധികം സിനിമകൾക്കും അല്ലെങ്കിൽ കുറേയധികം ഡയറക്ടേഴ്സിന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ പകരും. കാരണം നല്ല രീതിയിലുള്ള മേക്കിങ്ങോ അല്ലെങ്കിൽ നല്ല കഥകളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതൊരു സിനിമയും നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറ്റിയെടുക്കാം എന്നതിന്റെ ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ്. സോ അതോട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇത് അടുത്തൊരു KGF അല്ലെങ്കിൽ അടുത്തൊരു ബാഹുബലിയോ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എത്രമാത്രം എഫേർട്ട് അത് ഉണ്ടാക്കിയെടുക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ തന്നെ വയ്യ. ഒരേ ഉറപ്പാണ്, എവിടെയാണോ ബാഹുബലിയിലൂടെ പ്രഭാസിന് നേടിയെടുത്ത ആ ഒരു സ്റ്റാർ കാസ്റ്റ് പീരീഡ് നഷ്ടമായത് അത് ഈ ഒരു സിനിമയിലൂടെ പ്രഭാസ് തിരിച്ചെടുത്തിട്ടുണ്ട്. സോ ഒരേ ഉറപ്പാണ്, ഇനി കുറെ കാലത്തേക്കെങ്കിലും പ്രഭാസ് കൽക്കിയിലൂടെ അറിയപ്പെടും, ബാഹുബലിയിലൂടെ അറിയപ്പെടും. തീർച്ചയായിട്ടും മഹാഭാരതവും അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ കുറേയധികം ഇഷ്ടപ്പെടും, അല്ലാത്തവർക്കും സിനിമ കുറേയധികം ഇഷ്ടപ്പെടും. കാരണം അത്രമാത്രം മനോഹരം തന്നെയാണ് ഈ സിനിമ. സോ എന്തെങ്കിലും തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം അത്രമാത്രം തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണിത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ അവസാനിപ്പിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. വേറെ ഉപദേശങ്ങളും നിങ്ങളുടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ സിമ്പിൾ നോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിന്റെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ അമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.